പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ നോക്കുന്നുള്ളത് ഒരു റെഡ്മീൻ്റെ ഒരു ഫോണാണ്. റെഡ്മി നോട്ട് 11 പ്രോ 6 എന്ന് പറയുന്ന മോഡലാണ്. 11 6 എന്ന് പറയുന്ന മോഡലാണ്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് വെച്ച് കഴിഞ്ഞാൽ ബ്ലാങ്കാണ്, ഡിസ്പ്ലേ ബ്ലാങ്കാണ്, ഒന്നും കാണുന്നില്ല. പക്ഷേ ഇതിൽ ലൈറ്റ് സെക്ഷൻ ഉണ്ട്, ഗ്രാഫിക് സെക്ഷൻ ഉണ്ട്. അപ്പോൾ ഫുൾ ബ്ലാങ്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് നോക്കേണ്ടത് ഗ്രാഫിക് സെക്ഷനാണ്, ലൈറ്റ് സെക്ഷൻ അല്ല നോക്കേണ്ടത്. ഓൾറെഡി ഞാൻ ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യട്ടെ. നമ്മൾ ചാർജ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അറിയാൻ പറ്റും. ഓക്കെ, ചാർജിങ് ആംബിയർ ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. സെറ്റ് ഓണായി, ചാർജിങ് ആംബിയർ ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒന്നുമില്ല, ഫുൾ ബാങ്കാണ് വരുന്നുള്ളത്. ഓക്കെ, ഈ ഡിസ്പ്ലേ കംപ്ലൈൻറ്റ് ഇപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേ കംപ്ലൈൻറ്റ് എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലുള്ള കംപ്ലൈൻറ്റ് വരാം. ഒന്ന് ബാക്ക് ലൈറ്റ് ഇഷ്യൂ വരാം, അല്ലെങ്കിൽ ഗ്രാഫിക് ഇഷ്യൂ വരാം. ഇപ്പോൾ ഇത് ഓൾറെഡി ഫുൾ ബ്ലാങ്ക് ആയതുകൊണ്ട് നമ്മൾ നോക്കേണ്ടത് ആദ്യം ഗ്രാഫിക്കിൻ്റെ സെക്ഷനാണ്. ഓക്കെ, ഓൾറെഡി ചാർജിങ് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്, സെറ്റ് ഓണാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇത് ഡിസ്പ്ലേ മാറി നോക്കിയിട്ട് വന്ന സെറ്റാണ്. അപ്പോൾ ഡിസ്പ്ലേ മാറി നോക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി ഷോപ്പ് വർക്കാണ്, ഓൾറെഡി ഡിസ്പ്ലേ മാറിയ സെറ്റാണ്. ഓക്കെ, ഫ്രഷ് ബോർഡാണ്, വർക്കൊന്നും എടുത്തിട്ടൊന്നുമില്ല. ഷോറൂമിൽ കൊടുക്കുമ്പോൾ ബോർഡ് കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞിട്ട് വിട്ടതാണ്. വർക്ക് ഡാറ്റ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് ഡെഡൊന്നും അല്ലല്ലോ. അപ്പോൾ ഷോറൂമിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ ബോർഡ് മാറി തരും. അപ്പോൾ അവർക്ക് ഡാറ്റ ഉള്ളത് കൊണ്ട്, ഡാറ്റ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് കിട്ടിയതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നുള്ളത് ഇതാണ്, നമ്മുടെ ഡിസ്പ്ലേ കണക്ടർ വരുന്നുള്ളത്, ബോർഡ് ടു ബോർഡ്. ഓക്കെ, ഈ കണക്ടറിൽ തന്നെയാണ് നമ്മളെ സബ് ബോർഡിൽ നിന്ന് വരുന്നുള്ള കണക്ഷൻ വരുന്നുള്ളത്, അതേപോലെ ഡിസ്പ്ലേൻ്റെ കണക്ഷനൊക്കെ വരുന്നുള്ളത് ഈ ഒരു ട്രാക്കിൻ്റെ അകത്ത് തന്നെയാണ്. ഇവിടെ നമ്മൾ ആദ്യം നോക്കുന്നുള്ളത് ഗ്രാഫിക് സെക്ഷനാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഗ്രാഫിക്കിൻ്റെ നമ്മൾ മെയിൻ വരുന്നുള്ള 5+5 വോൾട്ടേജ്, അത് ശരിക്കും +5 വോൾട്ടേജ് ആയിരിക്കത്തില്ല, 4 പോയിൻറ്റ് സംതിങ് വോൾട്ടേജ്, പോസിറ്റീവും അതേപോലെ തന്നെ നെഗറ്റീവും. അത് നമ്മൾ ഇതിൻ്റെ സ്റ്റിമാറ്റിക്, ഓൾറെഡി ഞാൻ സ്റ്റിമാറ്റിക് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, എനിക്ക് ഈ ഒരു സ്ക്രീനിൻ്റെ അകത്ത് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്ന പാത്ത് എന്ന് പറയുന്നുള്ളത് ഇതാണ്, നമ്മൾ ഡിസ്പ്ലേ കണക്ട് വരുന്നുള്ളത്. ഡിസ്പ്ലേ കണക്ടർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ഇതിൽ ബാക്ക് ലൈറ്റ് സെക്ഷൻ വരുന്നുള്ളത് രണ്ടാമത്തെ പിന്നും അതേപോലെ തന്നെ ആറാമത്തെ പിന്നും എട്ടാമത്തെ പ്രിൻ്റുമാണ് ബാക്ക് ലൈറ്റ് വരുന്നുള്ളത്. ഇപ്പോൾ ഗ്രാഫിക്കാണ് വരുന്നുള്ളത്. ഗ്രാഫിക്കിൻ്റെ ലൈന് വരുന്നുള്ളത് 1 2 3 4 5 6 7 8 9 9 എന്ന് പറയുമ്പോൾ 18ഉം 22ാമത്തെ പ്രിൻ്റ്, 24ാമത്തെ പ്രിൻ്റുമാണ് വരുന്നുള്ളത്. പോസിറ്റീവും അതേപോലെ തന്നെ നെഗറ്റീവും. വി ഡിസ്പ്ലേ എം ഔട്ട് എന്നും കാണാം, അതേപോലെ തന്നെ പി ഔട്ട് എന്നും കാണാം. എം ഔട്ട് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വോൾട്ടേജും പി ഔട്ട് എന്ന് പറയുന്നത് പോസിറ്റീവ് വോൾട്ടേജുമാണ്. ഇത് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നുള്ളത്, മെയിനായിട്ട് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നുള്ളത് GR ആണ്. ഈ ഒരു പാത്തിൻ്റെ GR ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നുള്ളത്. ആദ്യം നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബിറ്റ് മാപ്പൊന്നുമില്ല, ഓൺലി സ്റ്റിമാറ്റിക്കും അതേപോലെ ലേഔട്ടേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ കാല് ഏത് ഭാഗത്തു നിന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. കാരണം ചില സെക്ഷൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ ചില സെക്ഷനിൽ നമുക്ക് റോങ് ആയിട്ട് കാണിക്കാറുണ്ട്. ഓക്കെ, റോങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണക്ഷൻ ഇട്ട് കൊടുത്തിട്ടുള്ള പോയിന്റ് ഇപ്പോൾ നമുക്ക് ഇതിൽ കാണിക്കുന്നുള്ളത് ഈ ഒരു ഭാഗത്താണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് വരുന്നത്. ഈ ഒരു ഭാഗത്താണ് നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റ് വരുന്നുള്ളത്. ഒന്നാമത്തെ കാല് വരുന്നുള്ളത് അവിടെ നിന്നാണ്, A1 അല്ലെങ്കിൽ 1. അത് കഴിഞ്ഞാൽ ഇത് 2 വരുന്നുള്ളത്. അങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ആദ്യം കൺഫേം ചെയ്യണം. കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് സ്റ്റിമാറ്റിക് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിൽ നമ്മൾ ആദ്യം ഏത് ഭാഗത്താണ് ഗ്രൗണ്ട് വരുന്നതിനുള്ളത് ആദ്യം കൺഫേം ചെയ്യുക. അപ്പോൾ രണ്ട് സൈഡ്, ഒന്ന് ബി ബസ് വരുന്ന ട്രാക്ക് ഉണ്ട്, നേരെ ഓപ്പോസിറ്റ് സൈഡ് ഗ്രൗണ്ട് വരുന്ന സെക്ഷൻ ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുന്നുള്ളത് അതാണ്. ഓക്കെ, ഏത് ഭാഗത്താണ് അതായത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഡയോഡ് മോഡിൽ ഇടാം അല്ലെങ്കിൽ ഡീപ്പ് മോഡിൽ ഇട്ടാലും മതി. ഓക്കെ,
അപ്പം ഞാൻ സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഡീപ്പ് മോഡിൽ ആടുന്നുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ഗ്രൗണ്ട് സെക്ഷൻ ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാണ്. ഈ ഒരു ഭാഗത്താണ് ഗ്രൗണ്ട് വരുന്നുള്ളത്. നേരെ ഇപ്പുറത്തെ സൈഡാണ് ഇതിൻ്റെ ബി ബാറ്റ് കണക്ഷൻ, മീൻസ് നമ്മളെ ബി ബസ് കണക്ഷൻ വരുന്നുള്ളത്. ഇവിടെ നമ്മൾ ആദ്യം നമുക്ക് മനസ്സിലായി. അപ്പോൾ ഒന്നാമത്തെ കാലം എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തു നിന്നായിരിക്കണം തുടങ്ങേണ്ടത്. അതിന് മുമ്പ് ആദ്യം നമ്മളത് കൺഫേം ചെയ്യണം. കൺഫേം ചെയ്യുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ആദ്യത്തെ ഗ്രൗണ്ട് കിട്ടുന്ന സെക്ഷൻ ഒന്ന് കണ്ടുപിടിക്കുക. ആദ്യത്തെ ഗ്രൗണ്ട് കിട്ടുന്ന ഇവിടെ നമുക്ക് ഒന്നാമത്തത്, രണ്ടാമത്തത്, മൂന്നാമത്തത് ഗ്രൗണ്ടാണ്. ഒന്നാമത്തെ ലൈനിൽ മൂന്നാമത്തെ ഗ്രൗണ്ടാണ്. അതൊന്ന് കൺഫേം ചെയ്താൽ മതി. ഓക്കെ, പിന്നെ ആദ്യം നമ്മൾ മൂന്നാമത്തെ ലൈൻ ഒന്ന് കൺഫേം ചെയ്യുക. ബീപ്പ് അടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ലൈന് കൺഫേം ആയി. ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടത് നമുക്ക് ജി ആർ ചെക്ക് ചെയ്യേണ്ട കണക്ഷൻ. ജി ആർ ചെക്ക് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ മൾട്ടിമീറ്റർ ഡയോഡ് മോഡിലിടാം. ഡയോഡ് മോഡിലിട്ടതിന് ശേഷം ഇതിൽ എത്രാമത്തെ പിന്നുള്ളത് ആദ്യം ഒന്ന് കൺഫേം ചെയ്യാം. ഓക്കെ, 1 2 3 4 5 6 7 8 9 10. 10ാമത്തെ പിന്നാണ് വരുന്നത്. 10 11 12. അപ്പോൾ വരുന്നുള്ളത് 22 അതേപോലെ തന്നെ 24 അല്ലേ? അല്ലല്ല, 20 24 വരുന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1 2 3 4 5 6 7 8 9 10. 10ാമത്തെ പിന്നും അതേപോലെ 11 12ാമത്തെ പിന്നും 10ഉം 12 കണക്ഷൻ വരുന്നുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുന്നുള്ളത് അതാണ്. ഓക്കെ, പത്തും അതേപോലെ തന്നെ 12ാമത്തെ പിൻ. ഓക്കെ, ജി ആർ വാല്യൂ ചെക്ക് ചെയ്യാം. ഓക്കെ, ഡയോഡ് മോഡിലിടാം. അതിനുശേഷം ചെക്ക് ചെയ്യാം. ഒന്ന് 2 3 4 5 6 7 8 9 10 11 12. സോറി, 10ാമത്തെ പിന്നാണ്. 1 2 3 4 5 6 7 8 9 10. 10ാമത്തെ പിന്ന് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണിക്കുന്നുള്ളത് വാല്യൂ ആണ് കാണിക്കുന്നുള്ളത് 531. ഓക്കെ, ഇനി 12ാമത്തെ പിൻ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ കാണിക്കേണ്ടത് വാല്യൂ എന്ന് പറയുന്നുള്ളത് 300ഉം അതേപോലെ 700ൻ്റെ ഇടയിലുള്ള വാല്യൂ ആണ് കാണിക്കേണ്ടത്. ഒന്നുകൂടി കാണിച്ചു തരാം. നിങ്ങൾ ഇതൊന്ന് നോക്കിയാൽ മൾട്ടിമീറ്റർ നോക്കിയാൽ മതി. ഓക്കെ, പത്താമത്തെ പിന്നിൽ ശരിക്കും നമ്മൾ ജി ആർ വാല്യൂ ചെക്ക് ചെയ്യുന്ന സമയത്ത് വാല്യൂ കാണിക്കാൻ പാടില്ല. കാരണം അത് പോസിറ്റീവ് ലൈനല്ല, നെഗറ്റീവ് ലൈനാണ് വരുന്നുള്ളത്. അപ്പോൾ ശരിക്കും നമ്മൾ മൾട്ടിമീറ്റർ തിരിച്ചു വെച്ച് കഴിഞ്ഞാലാണ് അവിടെ വാല്യൂ കാണിക്കേണ്ടത്. ഓക്കെ, ഞാൻ തിരിച്ചു വെച്ചിട്ടൊന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 1 2 3 4 5 6 7 8 9 10. അവിടെ രണ്ട് സൈഡും വാല്യൂ കാണിക്കുന്നുണ്ട്. ഓക്കെ, അത് ലീക്കേജ് ആയിട്ടാണ് കാണിക്കുന്നുള്ളത്. അതിൻ്റെ തൊട്ടപ്പുറമുള്ള ലൈനിൽ നമുക്ക് കാണിക്കേണ്ട വാല്യൂ അറിയുന്നുള്ളത് 300ൻ്റെ അതേപോലെ തന്നെ 200ൻ്റെ ഇടയിലാണ് വാല്യൂ കാണിക്കേണ്ടത്. പക്ഷെ നമുക്ക് ആ ലൈന് ഷോർട്ടായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറയുന്നുള്ളത് VSP വരുന്ന ലൈൻ, VSN അല്ല, VSP വരുന്ന ലൈന് ഷോർട്ടായിട്ടാണുള്ളത്. അതുകൊണ്ടാണ് നമ്മളെ ഡിസ്പ്ലേ വരാത്തതിൻ്റെ റീസൺ, കാരണം അതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഒന്ന് ട്രാക്ക് സ്റ്റിമാറ്റിക് നോക്കിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ആ ട്രാക്കിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എത്ര കോമ്പോണൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി നമ്മൾ ആദ്യം ഈ ഒരു കണക്ഷൻ ഇതാണ് നമുക്ക് ഷോർട്ടായിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, വി ഡിസ്പ്ലേ പി ഔട്ട് മീൻസ് പോസിറ്റീവ് ഔട്ടാണ് ഉദ്ദേശിച്ചത്. അതിൻ്റെ കറക്റ്റ് പേര് VSB ആണ്. ഓക്കെ,
ഇത് നമ്മൾ ജസ്റ്റ് ഇടുന്ന് കോപ്പി ചെയ്യാണ്. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് അടിക്കാം. നെക്സ്റ്റ് അടിക്കുന്ന സമയത്ത് നമുക്കൊരു കപ്പാസിറ്റർ കാണിക്കുന്നുണ്ട്. ഓൾറെഡി ഇത് അവിടെ എൻസീന പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ബോർഡിലുണ്ടോ ഇല്ല എന്നുള്ളത് കൺഫേം ചെയ്യണം. ബോർഡിൽ അവിടെ ഉള്ള എന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കുക. ജസ്റ്റ് കോപ്പി ചെയ്യുക. ലൊക്കേഷൻ നമുക്ക് കിട്ടി. അതേപോലെ ഐസിൻ്റെ ലൊക്കേഷനും കൂടി നമ്മൾ കണ്ടുപിടിക്കണം. പോകുന്ന ട്രാക്കിൽ ഐസിൻ്റെ ലൊക്കേഷനും കൂടി കണ്ടുപിടിക്കാം. ഐസി ലൊക്കേഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, ഐസി ലൊക്കേഷനും വരുന്നത് നമ്മൾ സി പി യുൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ ഇത് ബോർഡ് എന്തായാലും നമുക്ക് റിമൂവ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് റിമൂവ് ചെയ്തിട്ടൊന്നുമില്ല, നിങ്ങൾ കണ്ടല്ലോ. നമ്മളിപ്പോൾ ഉള്ളത് ഇതുപോലെ പാക്ക് ചെയ്തിട്ടാണുള്ളത്. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഫിക്സ്ഡ് ആയിട്ടാണ് ഉള്ളത്. ഇത് നമ്മൾ ഫുള്ളായിട്ട് റിമൂവ് ചെയ്യാണ്. ഇതാണ് സംഭവം. അപ്പോൾ ഇതിൽ സ്റ്റിക്കർ ഇട്ടിട്ടുണ്ട്. നമുക്കത് സ്റ്റിക്കർ ഒന്ന് റിമൂവ് ചെയ്ത് നോക്കാം. ഇതിലിപ്പോൾ വരുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നുള്ളത് നമുക്കിവിടെ കാണാം. ബോർഡിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നുള്ളത്. അവിടെ ഒരു കൂളിംഗ് പാഡ് ഉണ്ട്, അതൊന്ന് റിമൂവ് ചെയ്യട്ടെ. ഓക്കെ, അത് നമ്മൾ ക്യാമറയും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് വെക്കാം. ക്യാമറയും കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി വെച്ച് ഈ ഒരു ഭാഗത്തായിട്ടാണ് എന്ത് വരുന്നുള്ളത്, നമ്മുടെ ഐസിയും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ ഷീൽഡ് നമ്മൾ കട്ട് ചെയ്യണം. നമ്മളിവിടെ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളത് കട്ടർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ലൊക്കേഷൻ കിട്ടി. ഇതാ ഇവിടെയാണ് നമ്മൾ ലൊക്കേഷൻ വരുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് കോയിലുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡ്രില്ല് ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഓക്കെ,
കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത്രയും കെയർഫുള്ളായിട്ട് വേണം കട്ട് ചെയ്യാൻ. അകത്ത് ഐസിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഓക്കെ. നമ്മൾ ഇതാണ് ഐ സി വരുന്നുള്ളത്. അതിൻ്റെ തൊട്ടടുത്തൊരു കപ്പാസിറ്റർ ആ ട്രാക്കിൻ്റെ അകത്തുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റിമാറ്റിക് നോക്കിയിട്ട് ആ കപ്പാസിറ്റർ ഏതിനുള്ളതൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. പോകുന്ന ട്രാക്കിൻ്റെ അകത്ത് വരുന്നുള്ള കപ്പാസിറ്റർ ഒന്ന്, ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ട് ബോർഡിൽ, അത് എവിടെയുണ്ടോ എന്നുള്ളതൊന്ന് കൺഫേം ചെയ്യാം. ഈ ഒരു കപ്പാസിറ്ററാണ് വരുന്നുള്ളത്. അതിന് മുമ്പ് വേറൊരു കപ്പാസിറ്റർ കൂടി ആ ട്രാക്കിൽ ഉണ്ടായിരുന്നു, അതൊന്ന് കൺഫേം ചെയ്യാം. ഈ ഒരു കപ്പാസിറ്ററാണ് ബോർഡിലുണ്ടായത്, അപ്പോൾ അതൊന്ന് ബോർഡിൽ ഇടയിലൊന്ന് കൺഫേം ചെയ്യാം. ഓക്കെ, നേരെ തൊട്ട് താഴെട്ട് പക്ഷേ അവിടെ കപ്പാസിറ്റി ഇല്ല, അതാണ് ഇവിടെ NC കൊടുത്തിട്ടുണ്ടായത്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈന് ഷോർട്ടാണെന്നുള്ളത് കൺഫേം ആയി. ഇനി നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത് റോഷൻ ഫ്ലെക്സ് ആഡ് ചെയ്തിട്ട് വോൾട്ടേജ് ഇഞ്ചെക്ട് ചെയ്യാൻ ചെയ്യുന്നത്. ഓക്കെ, ഒന്നല്ലെങ്കിൽ IC ഷോർട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ആ കപ്പാസിറ്റർ ഷോർട്ട്. കാരണം ആ ഒരു പോകുന്ന ട്രാക്കിൽ ഒറ്റ കപ്പാസിറ്റർ മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ഫാനൊന്ന് ഓഫ് ചെയ്യട്ടെ. നമ്മൾ റോഷൻ ഫ്ലെക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം നമ്മൾ വോൾട്ടേജ് ഇഞ്ചെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് DC പവർ സപ്ലൈ കണക്ട് ചെയ്യാണ്. അപ്പോൾ നമുക്കവിടെ അറിയുന്നത് 5 വോൾട്ടേജ് ലൈനാണ് ഷോർട്ട് ആയിട്ടുള്ളത്. ഓക്കെ, നമ്മളവിടെ 5 വോൾട്ടേജ് ഇന്ന് കറക്റ്റ് ഇഞ്ചെക്ട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല, ഇഞ്ചെക്ട് ചെയ്യുന്നത് വോൾട്ടേജ് കുറച്ചിട്ട് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ചെയ്യുന്നുള്ള വോൾട്ടേജ് ഇവിടെ ഒരു 3 വോൾട്ടേജാണ് ഇഞ്ചെക്ട് ചെയ്യുന്നത്. ഓക്കെ, ആംബിയർ ഒരു 1 ആംബിയർ. ഓക്കെ, 1 ആംബിയർ 1.5 ആംബിയറാണ് ചെയ്യുന്നുള്ളത്. ഓക്കെ, 3 വോൾട്ടേജ് ആൻഡ് 1 ആംബിയർ. ഇത് ഞാൻ ചെയ്യുന്നുള്ളത് കണക്ടറിലാണ്, കാരണം കണക്ടർ ചെക്ക് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, എത്രാമത്തെ പിന്നെ നമ്മൾ നോക്കിയത്, ഒരു മിനിറ്റ്, ട്രാക്ക് ഒന്ന് കൺഫേം ചെയ്യട്ടെ. ട്രാക്കിൻ്റെ അകത്ത് ആവശ്യമുള്ള ലൈൻ
1 2 3 4 5 6 7 8 9 10 10 11 12ാമത്തെ ലൈനാണ്. ഓക്കെ, 12ാമത്തെ ലൈനിലാണ് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്നത്. ഓക്കെ, 1 2 3 4 5 6 7 8 സോറി 1 2 3 4 5 6 7 8 9 10 11 12. ഒറ്റ സെക്കൻഡ് നമ്മൾ ഇഞ്ചെക്ട് ചെയ്തിട്ടുള്ളൂ. നമുക്ക് ഇപ്പുറത്ത് പോയിട്ട് നോക്കാം. ആളെ കിട്ടിയേട്ടാ, ഇതാണ് ആള്, ഇതാണ് നമ്മളുടെ കള്ളൻ. ഈ കള്ളൻ നമ്മൾ പിടികൂടി. നെക്സ്റ്റ് നമ്മൾ ഈ ഒരു കപ്പാസിറ്റി തിരിച്ചു വെക്കണമല്ലോ, എന്നാലേ വർക്കാവത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു കപ്പാസിറ്റർ ഞാൻ ചെയ്തത് വോൾട്ടേജ് ഇഞ്ചെക്ട് ചെയ്തതാണ് കേട്ടോ. വോൾട്ടേജ് ഇഞ്ചെക്ട് ചെയ്തതാണ്. വോൾട്ടേജ് ഇഞ്ചെക്ട് ചെയ്ത സമയത്ത് നമുക്ക് ഈ ഒരു കപ്പാസിറ്റർ നമുക്ക് ഷോർട്ട് കിട്ടിയത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നുള്ളത് ആ കപ്പാസിറ്റർ ബോർഡിൽ വാല്യൂവും കാര്യങ്ങളും നമുക്ക് നോക്കണം. ഇയാളാണ് ഷോർട്ടായത്. ഓക്കെ, C7338 ആണ് ഷോർട്ട്. ആ ബോർഡിൽ പോവുക. 10 വോൾട്ടേജുള്ള കപ്പാസിറ്ററാണ്. 10 EOFും അതേപോലെ തന്നെ 10 വോൾട്ടേജുള്ള കപ്പാസിറ്ററാണ് വേണ്ടത്. ഓക്കെ, ഞാനത് വെക്കുന്നുണ്ട്, തിരിച്ചു വെക്കുന്നുണ്ട്. അതിന് മുമ്പ് ഞാൻ ഈ ഒരു കപ്പാസിറ്റർ ഇവിടെ നിന്ന് റിമൂവ് ചെയ്യണം. ഓക്കെ, ആ ഷോർട്ട് ഒന്ന് പോകുന്നുണ്ടോ ഇല്ലേന്ന് അറിയാൻ വേണ്ടി. ഇവിടെ നമ്മൾ ഒരിക്കലും ഇത് ഉപയോഗിക്കാൻ പാടില്ല, ബ്ലോവർ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പാടില്ല. ഇവിടെ നമ്മൾ മാക്സിമം എന്താ പറഞ്ഞാൽ സോൾഡറിംഗ് ആണ് ഉപയോഗിച്ചിട്ട് തന്നെ ഈ കപ്പാസിറ്റർ തട്ടാം. പ്രിൻ്റ് എടുക്കുക അവിടെ നിന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. ആ ലെവലാണ് ഇത് ഷോർട്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ കപ്പാസിറ്റർ നമ്മളൊന്ന് പുറത്തെടുക്കുക. പുറത്തെടുത്തിട്ട് കപ്പാസിറ്റർ ഷോർട്ട് ഉണ്ടോ ഇല്ലെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണ്ടേ. മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് ഷോർട്ട് ഉണ്ടോ ഇല്ലെന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, മൾട്ടിമീറ്റർ എടുക്കാം. ഡയോഡ് മോഡൽ ഇട്ടിട്ടുണ്ട്. ഒക്കെയാണല്ലോ, കാണാൻ പറ്റുമല്ലോ അല്ലേ. കാണാം 0.0032 ആ റേഞ്ചിലാണ്. ഷോർട്ടാണ്, ഫുൾ ഷോർട്ടാണ്. അപ്പോൾ ആളെ പിടിച്ച് അല്ലേ, ആളെ നമ്മൾ റിമൂവ് ചെയ്ത് ഇനി നമുക്കൊന്ന് സെറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം. എന്തായാലും ആ കപ്പാസിറ്റി നമ്മൾ തിരിച്ചു വെച്ചേ പറ്റത്തുള്ളൂ കേട്ടോ. കപ്പാസിറ്റി നിർബന്ധമാണ് ആ ബോർഡിൽ. നിങ്ങൾ ആ കപ്പാസിറ്റി തിരിച്ചു വെച്ചില്ലാന്നുണ്ടെങ്കിൽ റിട്ടേൺ ഓപ്ഷൻ കംപ്ലൈൻറ്റ് വരും. ഓക്കെ, ഓക്കെ, അവിടെ വെക്കണം എങ്ങനെ. ഇപ്പം ഞാൻ സർവീസ് ചെയ്യുന്നുള്ളത് സമയം രാത്രി 11 മണിക്കാണ് കേട്ടോ ടൈം. സോറി, ഇവിടെ നോക്കി ഞാൻ കേട്ടോ. രാത്രി 11 മണിക്കാണ് ഇപ്പോൾ സർവീസ് ചെയ്യുന്നുള്ളത്. രാത്രി ഇങ്ങനത്തെ സർവീസുകൾ ചെയ്യാൻ സുഖം, കാരണം ആരും ബുദ്ധിമുട്ടിക്കാനൊന്നും ഇല്ലല്ലോ. കറക്റ്റായിട്ട് ഇരുന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം.
ഞാൻ കപ്പാസിറ്റി തിരിച്ചു വെച്ചിട്ടില്ല കേട്ടോ. കപ്പാസിറ്റി ഞാൻ തിരിച്ചു വെക്കും, നിർബന്ധമായിട്ട് വെച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ അവിടെ 2 കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ കപ്പാസിറ്റി തിരിച്ചു വെക്കുക എന്നുള്ളത്. യാ റെഡ്മി ചാർജ് കയറുന്നുണ്ട്, ഉണ്ടല്ലേ. ഇത് നമുക്ക് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ പവർ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓണാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഓണാക്കുന്നില്ല. ഓക്കെ, ഞാൻ ഈ കപ്പാസിറ്റർ തപ്പി പിടിക്കട്ടെ ബോർഡിൽ നിന്ന്. സാധനം കണ്ടല്ലേ, ഓണാന്ന് കണ്ടല്ലോ. എന്താ ചാർജ് ഓൾറെഡി ഓൺ തന്നെയാണ്, പക്ഷേ കംപ്ലൈൻറ്റ് ഉണ്ടായത്. ഓണായി, റെഡ്മി ഓപ്ഷൻ വന്ന്. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ചെയ്ത കംപ്ലൈൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. അതുപോലെ ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. ഓഫ്ലൈനായിട്ട് നിങ്ങൾക്ക് നമ്മൾ മെയിൻ ഫോക്കസ് ചെയ്യുന്നുള്ളത് ഈ CPU ലെവൽ ചെയ്യലെന്നില്ല. അത് ആർക്കും വേണമെങ്കിൽ ചെയ്യാം, CPU കാര്യങ്ങളൊക്കെ ആർക്കും വേണമെങ്കിലും ചെയ്യാം. നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നുള്ള കംപ്ലൈൻറ്റ് റൈസ് ഔട്ടാണ്. നിങ്ങൾക്ക് സ്റ്റിമാറ്റിക്കിൻ്റെ അകത്ത് ഓരോ സെക്ഷൻ ബൈസ് ആയിട്ട് കംപ്ലൈൻറ്റ് ട്രൈസ് ഔട്ട് ചെയ്ത് പഠിക്കാം. നിങ്ങളെ കയ്യിലുള്ള സെറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതേ സെറ്റിൻ്റെ അകത്ത് തന്നെ ട്രൈസ് ഔട്ട് ചെയ്ത് കാണിച്ചു തരും. അതേപോലെ തന്നെ നിങ്ങളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കും, വെറുതെ എടുത്തിട്ട് പോകില്ല, നിങ്ങളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കും. നിങ്ങൾ ഇടുന്ന് ഇറങ്ങുമ്പോൾ ഇപ്പോൾ സാർ ഞാൻ കുറേ അടുത്ത് കണ്ട ഒരു കാര്യമാണ്, ക്ലാസ് എടുക്കും. ക്ലാസ് എടുത്തിട്ട് നമ്മളിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മാത്രം എടുത്തിട്ട് വിടും. സ്റ്റിമാറ്റിക് ഒന്ന് നോക്കുക, എല്ലാം കാണിച്ചു തരുമായിരിക്കും. പക്ഷെ നമ്മളെ കയ്യിൽ സ്റ്റിമാറ്റിക് എടുക്കാമ്പോൾ ഒന്നും കിട്ടത്തില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് തന്നെ നമ്മൾ കാണിച്ചു തന്നതിന് ശേഷം നിങ്ങൾ ഓരോരാളെ കൊണ്ട് ഓരോ സ്റ്റിമാറ്റിക്കും ട്രൈസ് ഔട്ട് ചെയ്യുന്ന രീതി കണ്ടുപിടിപ്പിച്ചിട്ട് വർക്കിംഗ് ബോർഡിൻ്റെ അകത്ത് നിങ്ങളോണ്ട് തന്നെ ചെയ്യിപ്പിക്കും. ആ ഒരു രീതിയിലാണ് നമ്മൾ കോഴ്സ് കൊടുക്കുന്നുള്ളത്. കംപ്ലൈൻറ്റ് ട്രൈസ് ഔട്ടാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ നിങ്ങൾക്ക് ICSനെ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. അതേപോലെ പ്രാക്ടിക്കലും കോൺടാക്ട് ചെയ്യുക. കാരണം നമ്മൾ മെയിൻ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നുള്ള ഒരു ഭാഗമാണ് കംപ്ലൈൻറ്റ് ട്രൈസ് ഔട്ട്. അത് തിയറിക്കലായിട്ട് നല്ല രീതിയിൽ നല്ല ഇമ്പ്രൂവ്മെൻറ്റോട് കൂടി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. പ്ലസ് അതിൻ്റെ ഒന്നിച്ചിട്ട് നമ്മൾ പ്രാക്ടിക്കലും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. പ്രാക്ടിക്കൽ ചെയ്യുന്നില്ല എന്നും പറയുന്നില്ല, വർക്കിംഗ് ബോർഡിൻ്റെ അകത്ത് നിങ്ങളുകൊണ്ട് CPU കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചിട്ട് പഠിപ്പിക്കും. കാരണം ഇത് പറയാനുള്ള ഒരു കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പ്രാക്ടിക്കൽ എന്ന് പറയുന്നുള്ളത് ഞാൻ ടൈമിങ്ങനെ കൂട്ടി നീട്ടിക്കൊണ്ടൊന്നും പോകുന്നില്ല, ഒരു അരമണിക്കൂർ വീഡിയോ ആണ്. ഇത് കംപ്ലൈൻറ്റ് ട്രൈസ് ഔട്ട് എന്ന് പറയുന്നുള്ളത് നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഡെഡ് സെറ്റെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ഡീപ്പായിട്ട് ഇപ്പോൾ നമ്മളെ യൂട്യൂബിൽ തന്നെ നമ്മൾ ക്ലാസ് ഇട്ടിട്ടുണ്ട്. ഓസിലോസ്കോപ്പ് മാത്രം ഉപയോഗിച്ചിട്ട് ചെക്ക് ചെയ്യുന്ന രീതി നമ്മൾ ക്ലാസ് ഇട്ടിട്ടുണ്ട്. എനിക്ക് ഒരു സെറ്റ് ഓസിലോസ്കോപ്പിൽ മാത്രം മൾട്ടിമീറ്റർ ഇല്ലാണ്ട് എങ്ങനെ ചെക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഒരു യൂട്യൂബിൽ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം. അതുപോലെ നിങ്ങളിത് ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ യൂട്യൂബ് ചാനലും കൂടി ഫോളോ ചെയ്യുക. കാരണം ലെങ്തി ആയിട്ടുള്ള വീഡിയോസൊക്കെ വരുന്നുള്ളത് നമ്മുടെ യൂട്യൂബ് ചാനലിലാണ്. യൂട്യൂബ് ചാനലിൻ്റെ നെയിം വരുന്നുള്ളത് ICS മൊബൈൽ ടെക്കിനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും പുതിയൊരു വീഡിയോ ചെയ്യാം. ഞാനിപ്പോൾ കപ്പാസിറ്റർ മാറ്റുന്ന കാര്യങ്ങൾ ഇടുന്നില്ല, കാരണം വീഡിയോൻ്റെ ലെങ്ത്ത് കൂടും. കപ്പാസിറ്റർ നമ്മൾ തപ്പി കണ്ടുപിടിക്കണം. നമുക്ക് 2 കാര്യങ്ങൾ അതിൻ്റെ അകത്ത് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം നമ്മൾ മാറുന്ന സമയത്ത്. അത് അറിഞ്ഞതിന് ശേഷം ആ ഒരു കപ്പാസിറ്റർ നമ്മൾ ട്രൈസ് ഔട്ട് ചെയ്ത് കണ്ടുപിടിച്ചിരിക്കും. അപ്പോൾ കപ്പാസിറ്റർ ഞാൻ കാണിച്ചു തരാം, ഏത് കപ്പാസിറ്റർ നമ്മൾ ചേഞ്ച് ചെയ്യുന്നതിനുള്ളത്. ഈ ഒരു കപ്പാസിറ്ററാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നുള്ളത്. ഓക്കെ, ഈ ഒരു കപ്പാസിറ്ററാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നുള്ളത്. കുറച്ചും കൂടി സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ കപ്പാസിറ്റർ വരുന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ കപ്പാസിറ്റർ നമ്മൾ ചേഞ്ച് ചെയ്യും. ആ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അവിടെ 2 കാര്യങ്ങൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഓക്കെ, ബൈ.